Hello guys, Assalamu alaikum. Welcome back to Hana's Little World. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹനാസ് ലിറ്റിലേക്ക് സ്വാഗതം. ഇന്ന് എന്ത് ഡിഷാണ് നിങ്ങൾക്ക് എൻ്റെ ഉമ്മ സർപ്രൈസ് ആയിട്ട് കരുതി വെച്ചിരിക്കുന്നത്? നമുക്ക് നമ്മുടെ കിച്ചണിലോട്ട് പോവാം. ഹലോ, എല്ലാവർക്കും നമ്മുടെ കിച്ചണിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കേരള സ്പൈസി മിക്സ്ചറാണ്. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലോട്ട് ഞാൻ 1 കപ്പ് കടലമാവ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ സേവാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നമ്മുടെ മിക്സിലൊക്കെ ഒരു സ്റ്റിക്ക് കിടക്കൂലേ, അതാണ് തയ്യാറാക്കുന്നത്. ഇതിലോട്ട് ഞാനൊരു 1/4 കപ്പ് പത്തിരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പുട്ടിൻ്റെ പൊടി എടുക്കരുത്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ആവശ്യത്തിന് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഹാൻഡ് വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കട്ടക്കായമാണ് പൊടിച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തും സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ പതയും. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നമ്മൾ മൊത്തത്തിൽ വെള്ളം ആഡ് ആവാൻ വേണ്ടി നിൽക്കേണ്ട, കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്ക് ഇതിനെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഏകദേശം ഒരു 2 മിനിറ്റ് അടുപ്പിച്ചെടുത്തു. ഞാൻ ദാണ്ട് ഈ ഒരു പരുവത്തിലാക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പൂന്തി തയ്യാറാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലോട്ട് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നമ്മുടെ പത്തിരിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഓയിലൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ബാറ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് വെള്ളം ആവാനും പാടില്ല. രണ്ടുമല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാനുള്ള. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഹാൻഡ് വിസ്ക് യൂസ് ചെയ്താൽ അതാണ് കൂടുതലും നല്ലത്. അപ്പോൾ കട്ടയില്ലാതെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ തയ്യാറാക്കാനുള്ളത്. ഇനി നമുക്ക് ഒരു സേവനാഴി എടുത്ത് ഇതിലോട്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതിലോട്ട് സൺഫ്ലവർ ഓയിൽ നമ്മുടെ ഈ സേവനാഴിയിലോട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മുടെ മാവൊന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് നമ്മുടെ ആ മാവ് വെച്ച് നമുക്കിതിനെ അടച്ചു കൊടുക്കാം. ഇതാക്കണ്ടില്ലേ, പ്രസ് ചെയ്തപ്പം വരുന്നുണ്ടോ? ഇനി നമുക്കൊരു ചൂടായ എണ്ണയിലോട്ട് ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചുറ്റിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ദാ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇതിൻ്റെ കളർ ചേഞ്ച് ആയി പോവും. ഇനി നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു ടിഷ്യൂ പേപ്പറിലാണ് ഞാൻ മാറ്റിയിട്ടുള്ളത്. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത് 2ാമത്തെ സ്റ്റെപ്പാണ്. വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഞാൻ മൊത്തത്തിൽ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളെ പൂന്തി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്പാച്ചുല എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആ ബാറ്റർ കോരി ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇതിങ്ങനെ ഓയിലിലോട്ട് ഈ വീഴുമ്പോഴത്തേക്കും നല്ല മുത്ത് വീഴുന്നത് പോലെ നമ്മുടെ പൂന്തി വീണുകൊണ്ടിരിക്കും. കണ്ടോ, കാണാൻ തന്നെ എന്ത് മനോഹരമാണ്. അതാ കണ്ടില്ലേ. എന്നിട്ട് നമുക്ക് സ്റ്റിക്ക് വെച്ച് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്രൈ ആയി വരണമല്ലോ. അപ്പോൾ മാക്സിമം നമ്മൾ തീയൊക്കെ കുറച്ചിടുക, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് ദാണ്ട് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരെണ്ണം കയ്യിലെടുത്ത് കാണിച്ചത് എന്താക്കണ്ടില്ലേ, പ്രസ് ചെയ്തപ്പോൾ പൊട്ടിയുണ്ടോ. ഇനി ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അഡീഷണലായിട്ട് വേണ്ടത് 1/2 കപ്പ് കപ്പലണ്ടി വേണം, 1/2 കപ്പ് പൊട്ടുകടല വേണം, പിന്നെ കുറച്ച് കറിവേപ്പില വേണം, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഓയിലിൽ ഞാൻ ആഡ് ചെയ്യുന്നത് കപ്പലണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് മൂക്കുമ്പോഴത്തേക്കും ഇതിനെ ഒന്ന് കോരി മാറ്റാം. നമുക്ക് എത്ര വേണം, ഇപ്പോൾ 1/2 കപ്പല്ല കൂടുതലും എടുക്കാം. ഇനി അതേ ഓയിലിൽ തന്നെ നമുക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. പൊട്ടുകടലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തീ മാക്സിമം കൺട്രോളിലായിരിക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ ചതച്ച് വെച്ച്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഇന്ത്യൻ്റെ വെളുത്തുള്ളിയാണെങ്കിൽ
നമുക്ക് തോലോടുകൂടി തന്നെ, അതായത് പുറം തൊലി എടുത്ത് കളഞ്ഞിട്ട് അതിനകത്തൊരു ഇത് വരുമല്ലോ, അതോടുകൂടി ചതച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഫൈനലി ഞാൻ കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഒരു ബൗളിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സ്ചറിൻ്റെ പ്രിപ്പറേഷൻ കേട്ടോ. ഇനി ഫൈനലി നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബൗളിലോട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സേവ് ഉണ്ടല്ലോ, ഇതിലോട്ടൊന്ന് ജസ്റ്റ് ഇട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ എന്ത് ക്രിസ്പി ആയിട്ടുണ്ടെന്നുണ്ടോ സംഭവം. ഇതുപോലെ നമ്മൾ ക്രിസ്പി ആയിട്ട് എടുക്കണം കേട്ടോ. കളറൊന്നും ചേഞ്ച് ആവാൻ പാടില്ല, ഈ കളറിൽ തന്നെ ഇരിക്കണം. ഇനി ഇതിലോട്ട് നമ്മുടെ പൂന്തി ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു സ്പൂൺ വെച്ച്. ഇനി നമുക്കിതിലോട്ട് കപ്പലണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പൊട്ടുകടല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില. വളരെ ഈസിയാണ് കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാൻ. എന്തോ മിക്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവം എന്നാണ് വിചാരിക്കുന്നത്. ഒന്നുമല്ല കേട്ടോ. ഫൈനലി ഞാനിപ്പോൾ ഇതിലോട്ട് വെളുത്തുള്ളി ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ കണ്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഞാൻ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കായപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളരെ കുറച്ചിട്ടാൽ മതി. ഇതൊക്കെ കൂടെ ചേർത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ മേടിക്കണേക്കാളും നല്ലതെന്ന് പറയുന്നത് വീട്ടിൽ ചെയ്യുന്നത് തന്നെയാണ്. നമ്മളെ കുട്ടികൾക്കെല്ലാം വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പറായിട്ടുള്ള മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതാ കണ്ടോ, വളരെ മനോഹരമായിട്ടില്ലേ നമ്മുടെ മിക്സ്ചർ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ നമ്മുടെ ഈ കേരള സ്പൈസി മിക്സ്ചർ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നതുവരെ ബൈ ബൈ.